അവിടെ എനിക്ക് തോന്നുന്നു റിനി കൃത്യമായ ഒരാളുടെ പേര് പറഞ്ഞാൽ, ഇതിപ്പോ ഒരു യുവ നേതാവ് ഇപ്പോൾ കൃത്യമായിട്ട് സൂചനകളുണ്ട് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അസംഷൻ അത് ശരിയല്ല. നമ്മൾ പേര് പറയുമ്പോൾ മാധ്യമങ്ങളൊക്കെ തന്നെ പേര് ഈ നേതാവാണ് എന്ന് പറയാൻ പാടില്ല യഥാർത്ഥത്തിൽ. കാരണം റിനി കൃത്യമായ ആ നേതാവിന്റെ പേര് പറയാതെ മറ്റാരെ വേണമെങ്കിലും സംശയിക്കാം. ഇതുപോലെ ഒരേപോലെ സമാനമായ എത്രയോ മനുഷ്യരുണ്ടാവും. കൃത്യമായ ആ പേര് പറയുമ്പോഴല്ലേ റിനി ഈ പറയുന്ന പ്രശ്നങ്ങൾ അത് ഇല്ലാതാകൂ. കാരണം പലരെയും സംശയിക്കുക, പലർക്കെതിരെയും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുക, അതിനേക്കാളൊക്കെ നല്ലത് ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാളുടെ പേര് പറയുക എന്നുള്ളത് തന്നെയല്ലേ റിനി? അല്ല, ആദ്യമേ തന്നെ അത് ഏത് രീതിയിലാണ് ഇനി അത് ടേക്കപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ പ്രസ്ഥാനം തന്നെ അതിനെ എങ്ങനെയാണ് ടേക്കപ്പ് ചെയ്യുന്നത് നോക്കട്ടെ. അതിനുശേഷം എന്താണെന്നുള്ള രീതിയിൽ നമ്മൾ തീരുമാനിക്കും. പിന്നെ വേറെയും പെൺകുട്ടികൾ അത് തുറന്നു പറയാൻ തയ്യാറാകുമോ ആ രീതിയിൽ അത് ആലോചിച്ച് മാത്രം. ഞാൻ അങ്ങനെ എടുത്ത് ചാടി ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയല്ല. അത് ഞാൻ ആലോചിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ തീരുമാനിക്കും, ചെയ്യും എന്നുള്ളതാണ്. റിനിയും ഈ പറയുന്ന എന്താണ് അശ്ലീല സന്ദേശങ്ങൾ ഏതാണ്ട് ദീർഘനാൾ തുടർന്നിരുന്നോ? പല സമയത്തായിട്ടാണ്. നമ്മൾ ഫയർ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ കുറേ നാളുണ്ടാവില്ല, പിന്നെ വേറൊരു സാഹചര്യത്തിലായിരിക്കും, പിന്നെ വീണ്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നു, സംസാരിക്കുന്നു, പിന്നെ വീണ്ടും ഈ ടോക്സിലേക്ക് വരും. അങ്ങനെ പല സമയത്തായിരുന്നു. അതിങ്ങനെ ഒന്നിച്ച് നടന്നിട്ടുള്ള ഒരു സംഭവമല്ല അത്. ഇയാളെ ബ്ലോക്ക് ചെയ്തില്ലായിരുന്നോ? ബ്ലോക്ക് ചെയ്തിരുന്നു. ആ സമയത്ത് പല രീതിയിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യും, പിന്നെ ഈ രീതിയിൽ ഇനി ഉണ്ടാവില്ല എന്ന് പറയും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചില സമയത്ത് വേറെ രീതിയിൽ കോണ്ടാക്ട് ചെയ്യും. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. തെളിവുകളൊക്കെ കയ്യിലുണ്ട് റിനി അല്ലേ? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ആ സംഭവം ഇത് എന്താണെന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ എങ്ങനെയാണെന്നുള്ളത് തീരുമാനിക്കും. എന്ന് പറഞ്ഞാൽ ആവശ്യമെങ്കിൽ നിയമ നടപടിയിലേക്കൊക്കെ പോകാം. ഇപ്പം ഞാൻ റിനി പറഞ്ഞ ആരോപണങ്ങൾ വെച്ച് ഹോട്ടലിലേക്ക് ക്ഷണിച്ചു, നിരന്തരം ഈ രീതിയിലുള്ള അശ്ലീല സന്ദേശങ്ങൾ അയച്ചു. ഒരു നിയമ നടപടിയിലേക്ക് പോകാൻ ആവശ്യമായ ഈ പറയുന്ന സ്ക്രീൻഷോട്ട് അടക്കമുള്ള തെളിവുകൾ റിനിയുടെ പക്കലുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, വേണമെങ്കിൽ ആ രീതിയിൽ മുന്നോട്ടേക്ക് പോകാം. പക്ഷെ ഞാനത് ആലോചിച്ചിട്ടില്ല, എന്താണ് അതിനകത്ത് ചെയ്യേണ്ടതെന്നുള്ളത് ആലോചിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് എൻ്റെ ഒരു വ്യക്തിപരമായ പ്രശ്നമായിട്ടല്ല ഞാൻ ഇതിനെ കാണുന്നത്. ഞാൻ ഒരുപാട് പ്രാവശ്യം ഒരുപാട് മീഡിയയിൽ പറഞ്ഞു, ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരു രാഷ്ട്രീയ നേതാവാണ്. ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയത്തിൽ നിൽക്കാമോ എന്നുള്ളൊരു ചോദ്യമാണ്. ഇതിനെ മാറ്റിക്കൊണ്ടുപോയിട്ട് എൻ്റെ എന്തോ വിഷയം, ഒരു പെണ്ണ് വന്ന് എന്തൊക്കെയോ പറയുന്നു എന്നുള്ള രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കരുത്. ഞാൻ എൻ്റെ വിഷയം എന്നുള്ള രീതിയിലല്ല. എന്നെ സംബന്ധിച്ചതൊരു വിഷയമേ അല്ല. കുറച്ച് മെസ്സേജുകൾ വന്നു, എനിക്ക് ബ്ലോക്ക് ചെയ്ത് ഇരിക്കാവുന്ന കാര്യമുള്ളൂ, ഇതെനിക്ക് സംസാരിക്കേണ്ട കാര്യം പോലും ഇല്ല. പക്ഷെ ഞാനതൊരു സാമൂഹ്യ പ്രതിബദ്ധത എന്ന രീതിയിൽ ചിന്തിച്ചത് കൊണ്ട് ഞാനത് ടേക്കപ്പ് ചെയ്തു. കാരണം ഒരു പെൺകുട്ടി പോലും ഇത് പറയുന്നില്ല. അപ്പോൾ ആരോപണങ്ങൾ, ഈ വ്യക്തിക്കെതിരെ ആരോപണങ്ങൾ വന്നിട്ടും ആരും ഇതിനൊന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ മുഖമില്ലാത്തവർ ആണ് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് വരുവാണ്. അപ്പോൾ ഒരു മുഖമുണ്ട് എന്ന് ഞാൻ കാണിച്ചു കൊടുത്തു. അതാണ് കാര്യം. അല്ല, മുഖമുണ്ട് എന്ന് പറയുമ്പോഴും ഈ പറയുന്ന നമ്മൾ പറയുന്നത് ഇപ്പോൾ വീണ്ടും റിനി പറയുന്ന റിനിയുടെ ഇത് പേഴ്സണൽ പ്രശ്നമല്ല, അത് ഒരു വലിയ കോസിന് വേണ്ടി റിനി മുന്നോട്ടേക്ക് വരികയാണ്. ഇനിയും ഇത്തരം പെൺകുട്ടികൾക്ക് അനുഭവം ഉണ്ടാവാതിരിക്കാനാണ് റിനി മുന്നോട്ടേക്ക് വരുന്നതെന്ന് പറയുമ്പോഴും ഈ പറയുന്ന ആരോപണം കുറച്ചുകൂടി സ്പെസിഫിക്കായും കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടിയും കയ്യിലുള്ള തെളിവുകൾ പങ്കുവെച്ചും പറഞ്ഞാൽ റിനിയുടെ ആ ഉദ്യമം, ആ വലിയ ഉദ്യമം കുറച്ചുകൂടി എഫക്റ്റീവ് ആവില്ല എന്നാണ് ചോദ്യം. റിനി, അത് ഞാൻ കൃത്യമായിട്ട് പറയുവാണ്. എനിക്ക് അതിനുള്ളൊരു സമയം വേണം. ഞാൻ എങ്ങനെയാണ് അത് മൂവ് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് തീരുമാനിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാനൊരു ചാനലിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ അവിചാരിതമായി സംസാരിച്ചു പോയ, എൻ്റെ മനസ്സിൻ്റെ വിഷമം കൊണ്ട് സംസാരിച്ചു പോയ ഒരു കാര്യമാണ്. അത് അതിൻ്റെ ഔട്ട് വന്നപ്പോൾ ഇങ്ങനെയെല്ലാം ആയിത്തീരുമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ഇത് ആൾക്കാർ പറയുന്ന പ്ലാൻഡ് ആണെന്നാണ്. ഒരു പ്ലാനും ഇല്ല ഇതിനകത്ത്, ഒരു കാര്യവുമില്ല. ഇത് ഞാൻ അറിയാതെ പറഞ്ഞു പോയൊരു കാര്യമാണ്. അത് ഞാൻ ചാനൽസ് വരുമ്പോൾ ഇത് ഒറ്റ ചോദ്യം കൂടെ, ഈ പ്രസ്ഥാനത്തിലുള്ള സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഏത് രീതിയിലാണ് ഇതിനുള്ള ഒരു പ്രതികരണം വരുന്നത്? അവർ പിന്തുണയ്ക്കുന്നുണ്ടോ റിനിയെ? പൊതുവിൽ ഞാൻ പറയാം, സ്ത്രീകൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചു, സ്ത്രീകൾ തന്നെയാണ് നമുക്കെതിരെ കൂടുതലും പറയുന്നത്. പുരുഷന്മാർ വളരെ സപ്പോർട്ടാണ്. അതൊരു വലിയ ദയനീയ അവസ്ഥയാണ് ഈ സമൂഹത്തിൻ്റെ. സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്നില്ല എന്നുള്ളത്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു വിഷയം.
സ്ത്രീകൾ അങ്ങനെ അധികം മുന്നോട്ടേക്ക് വരുന്നില്ല. ചില സ്ത്രീകൾ ഞാൻ പറഞ്ഞല്ലോ മെസ്സേജുകൾ ഇടുന്നുണ്ട്, പക്ഷെ അത് പാർട്ടി അങ്ങനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടില്ല. അതെനിക്ക് ചില രീതിയിൽ ചില കണക്ഷൻസ് വഴി വരുന്നുണ്ട്. നേരിട്ടുള്ളൊരു സംസാരമോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. ചില കാര്യങ്ങൾ ഞാനിങ്ങനെ ഉണ്ട്, പ്രശ്നങ്ങളുണ്ട് എന്ന് ചില രീതിയിൽ സോഴ്സുകൾ വഴി ഞാൻ അറിയുന്നുണ്ട് എന്ന് മാത്രമല്ല, നേരിട്ട് എന്നോട് അങ്ങനെ സംസാരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. സാധാരണ പെൺകുട്ടികളാണ് മെസ്സേജ് ചെയ്യുകയും കോണ്ടാക്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. റിനിയോട് പരിചയപ്പെട്ട ഏതാണ്ട് അതേ സമയം തന്നെ ഇത്തരത്തിൽ ദുരുദ്ദേശത്തോടുകൂടി സംസാരിക്കുന്നു, ഏതോ ഹോട്ടലിലോട്ട് വരുന്നതിനെ പറ്റി ഒക്കെ പറയുന്നുണ്ട്. റിനി അപ്പോൾ തന്നെ താക്കീത് ചെയ്യുന്നു. അത് കഴിഞ്ഞ് റിനി ബ്ലോക്ക് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞ് ഇടവേള കഴിയുമ്പോൾ പിന്നെയും വരുന്നുണ്ട്, പിന്നെയും ഈ പറയുന്ന വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്, പിന്നെയും ടെലിഗ്രാമിൽ എന്തോ സീക്രട്ട് ചാറ്റൊക്കെ നടത്തുന്നുണ്ട്. അപ്പം റിനിയുടെ ഒട്ടുമേ താല്പര്യമില്ലാതെ ദീർഘനാളായി ഇയാൾ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് റിനി? ബേസിക്കലി പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ സംസാരിക്കുന്ന പോലെ എനിക്ക് ആ വ്യക്തിയുമായിട്ടൊരു സൗഹൃദം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സൗഹൃദത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഇയാൾ ചേഞ്ച് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പല പ്രാവശ്യം ഈ വ്യക്തിയുടെ അടുത്ത് പറഞ്ഞു, ഈ രീതിയിൽ മുന്നോട്ടേക്ക് പോകരുത്, ഇങ്ങനെയാണെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും, രാഷ്ട്രീയ ജീവിതത്തിനെ തന്നെ ഇത് ബാധിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം ഞാനിപ്പോഴും ഒരു ശത്രുവായിട്ടല്ല കാണുന്നത്. ഇപ്പോഴും ഞാൻ പറയുന്നത് ഇത് ആ വ്യക്തി അത് നവീകരിക്കണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് കോണ്ടാക്ട്സ് ഉണ്ടാവുകയും മെസ്സേജുകൾ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്, പല രീതിയിൽ വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അത് പല സമയം തുടർച്ചയായിട്ടുണ്ട്. അപ്പോഴും ഞാൻ സൗഹൃദം വേണ്ട എന്നുള്ളൊരു രീതിയിൽ സംസാരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇത്തരം രീതിയിൽ എന്നോട് സംസാരിക്കരുത്. എന്തുകൊണ്ടാണ് സൗഹൃദം വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള പ്രശ്നം അവിടെ എന്താണ്? കാര്യം നമ്മളോട് ഒരാൾ വളരെ മോശമായി സംസാരിക്കുകയും പരിചയപ്പെട്ടപ്പോൾ തന്നെ ഹോട്ടലിലേക്ക് ക്ഷണിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലേക്ക് അയാളുടെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമാകുമ്പോഴും ആ സൗഹൃദം വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള തടസ്സം എന്താണ് റിനി? അതായത് ഞാൻ ആക്ച്വലി ഇതിനകത്ത് ഇത്ര വലിയ പ്രശ്നമാണ് ഈ വ്യക്തി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചൊരു ചെറുപ്പക്കാരനല്ലേ, ചിലപ്പോൾ അങ്ങനെ മെസ്സേജുകൾ വന്നിട്ടുണ്ടോ, അത് ഞാനതിനെ ഒരു വലിയ സീരിയസ് വിഷയമായിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ എൻ്റെ പേഴ്സണാലിറ്റി വേറൊരു രീതിയിലാണ്. അതായത് ഇപ്പം നമ്മൾക്ക് മെസ്സേജ് നമ്മളോട് അപ്രോച്ച് ചെയ്യുന്ന എല്ലാവരോടും നമുക്ക് വഴക്കടിച്ച് മുന്നോട്ട് ജീവിതത്തിൽ പോകാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇത്തരത്തിലുള്ള സമീപനങ്ങൾ ഉണ്ടായാലും ഞാൻ കൃത്യമായിട്ട് പറയും, നിങ്ങളായിട്ട് സൗഹൃദം ഉണ്ടായി എന്ന് എഴുതിയിട്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷെ നിങ്ങൾ ഈ രീതിയിൽ എന്നോട് പെരുമാറരുത് എന്നുള്ള രീതിയിൽ ഞാൻ പറയും. എൻ്റെ ഒരു രീതികൾ വേറെയാണ്. പിന്നെ ഞാൻ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ അത് എങ്ങനെ അതിനൊന്ന് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നുള്ള എൻ്റെ രീതിയിൽ ഞാൻ ചിന്തിച്ചു. പക്ഷേ എനിക്ക് ഇത്രയും പ്രിഡേറ്റർ ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് എനിക്ക് സത്യത്തിൽ മനസ്സിലായില്ല എന്നുള്ളതാണ്. അത് പിന്നീടാണ് എനിക്ക് പല ആൾക്കാരും പറഞ്ഞു ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഇത് മനസ്സിലാക്കിയതിന് ശേഷം ഒരു രീതിയിലും കണക്ട് ചെയ്തിട്ടില്ല. ഞാൻ ബ്ലോക്ക് ചെയ്തു, പൂർണ്ണമായിട്ടും എല്ലാത്തിൽ നിന്നും ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. കാരണം എനിക്കത് അറിയില്ലായിരുന്നു. ഞാൻ കുറേയൊക്കെ വിചാരിച്ചത് അതിനൊരു അങ്ങനെ അത്രയും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.